നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, അയർലൻഡിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി ജനറൽ വർക്ക് പെർമിറ്റിൽ എത്തിയിട്ടുള്ള ആളുകൾ പലരും പലതവണ ശ്രമിച്ചിട്ടും സ്പൗസ് വിസ അല്ലെങ്കിൽ ഫാമിലി വിസ കിട്ടാതെ പലതവണ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ വിവരം പലരും പറഞ്ഞ് നമ്മൾ അറിഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജനറൽ വർക്ക് പെർമിറ്റുമായി അയർലൻഡിൽ വന്ന ചിലർക്ക് ഫാമിലി വിസ കിട്ടി എന്നുള്ള വിവരമാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. 2024 ജൂലൈയിലാണ് ആദ്യം അവർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഫാമിലി വിസ കിട്ടിയ 2 പേരെ കുറിച്ചാണ് ഈ പറയുന്നത്. കുറെ നാൾ അതിനുശേഷം യാതൊരു മറുപടിയും വന്നില്ല. അതിനുശേഷം, അതായത് 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരറിയിപ്പ് വരുന്നത്. അവരുടെ എംബസിയിൽ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റുകൾ എക്സ്പയർ ആയി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് അവർ അത് വീണ്ടും റീസബ്മിറ്റ് ചെയ്തു. അക്കൂട്ടത്തിൽ അവർ ആവശ്യപ്പെട്ട 2 പ്രധാന ഡോക്യുമെന്റുകളായിരുന്നു കറണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഓരോ വർഷത്തെയും എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് സമ്മറിയും. അത് 3 വർഷത്തെയാണ് അവർ സബ്മിറ്റ് ചെയ്തത്. അവർ അയർലൻഡിൽ എത്തിയത് തന്നെ 2022 ഓഗസ്റ്റിലായിരുന്നു. അതായത് 2022, 2023, 2024 എന്നീ 3 വർഷങ്ങളിലായി എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് സമ്മറി എടുത്ത് അങ്ങനെ എക്സ്പയർ ആയ എല്ലാ ഡോക്യുമെന്റുകൾക്കും പകരം പുതിയ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്ന ഒരു ദിവസം, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു അവർക്ക് സ്പൗസിനും കുഞ്ഞുങ്ങൾക്കും വിസ കിട്ടി എന്ന അറിയിപ്പ് വന്നത്. ഞാനിത് പറയാൻ കാരണം അവർക്ക് ആനുവൽ ഇൻകം എത്രയാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ മറ്റു ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഇതൊക്കെ ഞാൻ വ്യക്തമായി വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ അവർക്കുള്ള ആനുവൽ ഇൻകം, അത്രയും സാലറി നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ സബ്മിറ്റ് ചെയ്ത എംപ്ലോയ്മെന്റ് സമ്മറിയുടെ കോപ്പി ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് സാലറി ടാലി ചെയ്ത് നോക്കാവുന്നതാണ്. അത്രയും സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ്, അയർലൻഡിൽ നിന്നുള്ള എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തൊക്കെ ഡോക്യുമെന്റുകൾ കരുതണം, അവരുടെയൊക്കെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ വേണ്ടുന്ന ഡോക്യുമെന്റുകളെല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ VFS സെന്ററിൽ ഡേറ്റ് എടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാവുന്നതാണ്. ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അത് അവർ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ ഐറിഷ് കൗൺസിലേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അവിടുത്തെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റുകൾ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു ഫാമിലി ഇവിടെ വന്നാൽ അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള നിയമപ്രകാരം നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങൾക്ക് വിസ തരും. അങ്ങനെ നിങ്ങളുടെ ഫാമിലിക്കുമൊക്കെ നിങ്ങളോടൊപ്പം അയർലൻഡിൽ വന്ന് ചേരുന്നതിന് സാധ്യമാവുകയും ചെയ്യും. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം എൻ്റെ വീഡിയോ തന്നെ കണ്ടാണ് അവർ അയർലൻഡിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം അവർ നമ്മളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു. അങ്ങനെ അവർക്കൊരു സന്തോഷം വന്നപ്പോൾ ആദ്യം അവർ വിളിച്ച് അറിയിച്ചത് എന്നെയായിരുന്നു. അവരുടെ കുടുംബത്തിന് വിസ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ടായി. അവർ വരുന്നത് ലിംറിക്കിലേക്കാണ്. ലിംറിക്കിലാണ് അവർ താമസിക്കുന്നത്. ഇത്രയും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും. ജനറൽ വർക്ക് പെർമിറ്റിൽ അയർലൻഡിൽ എത്തിയവർക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു തെളിവ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.